എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നൊരു തമാശയുണ്ട്, മറ്റേത് ക്ഷേത്രത്തിലേക്ക് പോകാനും നമ്മൾ വിചാരിച്ചാൽ മതി, പക്ഷെ മൂകാംബികയിലേക്ക് പോകണമെങ്കിൽ അമ്മ തന്നെ വിചാരിക്കണം. മൂകാംബികയിലേക്ക് പോകാൻ വിസ വേണം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ പ്രയോഗം. ഇവിടെ വന്ന് ദർശനം നടത്തുന്നവർ വീരഭദ്രനെ ദർശിക്കാതെ പോയി കഴിഞ്ഞാൽ ആ ദർശനത്തിന് ഫലം ഉണ്ടാവില്ല എന്നതുൾപ്പെടെയുള്ള സങ്കല്പങ്ങളുണ്ട്. മൂകാംബിക ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മഹാക്ഷേത്രത്തിൻ്റെ നിയമപ്രകാരമുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നിത്യോത്സവം, വാരോത്സവം, വർഷോത്സവം എല്ലാം നടക്കുന്നുണ്ട്. ആ നിത്യോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ദിവസവും നടക്കുന്ന രഥോത്സവം. എല്ലാ ദിവസവും വൈകുന്നേരം ശിവേലിയുടെ സമയത്ത്, രാത്രി ശിവേലിയുടെ സമയത്ത് അമ്മയെ സ്വർണ്ണരഥത്തിലാണ് എഴുന്നള്ളിക്കുന്നത്. വളരെ കൗതുകമുള്ളൊരു കാഴ്ചയാണ്. ഇവിടുത്തെ ശിവേലിയുടെ ഒരു പ്രത്യേകത, ആ ശിവേലിക്ക് എല്ലാവരും അകമ്പടി വെക്കുന്നുണ്ട്. അമ്മ രഥത്തിൽ ഇങ്ങനെ ആ സിംഹാസനാരൂഢയായിട്ടുള്ള ശ്രീചക്രരാജ നിലയായിട്ടുള്ള സാക്ഷാൽ സിംഹാസനേശ്വരി ആയിട്ടുള്ള ആ പൂർണ്ണഭാവത്തിൽ അമ്മ ഇങ്ങനെ രാജ്ഞിയെ പോലെ ഇങ്ങനെ നഗരപ്രദക്ഷിണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്തിറങ്ങി ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പരിവാരങ്ങളെല്ലാം അമ്മയുടെ കൂടെ ആ സൗന്ദര്യം കണ്ട് അതിൽ മയങ്ങിയിട്ട് അമ്മയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് കൂടെ നടക്കുന്ന ഒരു ഭയങ്കര സുന്ദരമായ കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് അമ്മയുടെ രഥോത്സവമാണ്. അത് എല്ലാ ദിവസവും രാവിലത്തെ ശിവേലിക്ക് മരത്തിൻ്റെ വലിയ രഥവും രാത്രിത്തെ ശിവേലിയുടെ സമയത്ത് നമുക്ക് സ്വർണത്തിൻ്റെ രഥത്തിലും അമ്മ എഴുന്നള്ളിക്കുന്നത് കാണാൻ സാധിക്കും. നവരാത്രിയാണ് ഏറ്റവും വിശേഷമായിട്ടുള്ള ഉത്സവം. 9 ദിവസം 9 ഭാവങ്ങളിൽ. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠേതി, കുഷ്മാണ്ഡേതി ചതുർധകം, പഞ്ചമം സ്കന്ദമാദേതി, ഷഷ്ട്യം കാത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിതാ പ്രോക്ത, നവദുർഗാ പ്രകീർത്തിത എന്നിങ്ങനെയുള്ള 9 ദുർഗകളായിട്ട് 9 ദിവസവും 9 ഭാവങ്ങളിൽ അമ്മ ആരാധിക്കപ്പെടുന്നുണ്ട്. ആദ്യം 3 ദിവസങ്ങളിൽ മഹാകാളിക്കും, പിന്നീടുള്ള 3 ദിവസങ്ങളിൽ മഹാലക്ഷ്മിക്കും, അവസാനത്തെ 3 ദിവസങ്ങളിൽ മഹാസരസ്വതിക്കും പ്രാധാന്യമുള്ള മട്ടിലാണ് പൂജാ പദ്ധതികൾ ക്രമീകരിച്ചിട്ടുള്ളത്. അവസാന ദിവസം മഹിഷാസുരൻ്റെ മേലെ വിജയം നേടിയതിൻ്റെ ഒരു ആഘോഷം എന്ന രീതിയിൽ വിജയദശമി വിജയത്തിൻ്റെ ദിനമായിട്ട്, വിദ്യാരംഭത്തിൻ്റെ ദിനമായിട്ട്, പുതിയ കാര്യങ്ങളുടെ ശുഭാരംഭത്തിൻ്റെ ദിനമായിട്ട് ഇവിടെ ആചരിക്കാറുണ്ട്. നവരാത്രി കാലത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ വാർഷിക രഥോത്സവത്തിനും പ്രതിഷ്ഠാ ദിനത്തിനുമെല്ലാം ധാരാളം ആളുകൾ വരാറുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ ഇപ്പോൾ വലിയ തിരക്കാണ്. അല്ലാത്ത ദിവസങ്ങളിലാണ് കുറേ കൂടി സൗകര്യമായി തൊഴാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. മൂകാംബികയിലെ പൂജാ പദ്ധതിയെ പറ്റി പറയുമ്പോൾ നമ്മളിപ്പോഴും പറയുന്നതാണ് ഇവിടെ 3 ഭാവത്തിലുള്ള പൂജയും 3 അലങ്കാരവും 3 ശിവേലിയും ഉണ്ട്. രാവിലെ 5 മണിക്കാണ് നട തുറക്കുന്നത്. 6:30 കൂടിയിട്ടാണ് പൂജകൾ ആരംഭിക്കുന്നത്. ആദ്യം മനുഷ്യരെയല്ല അമ്മ കാണുന്നത്, ആദ്യം പശുവിനെയും പശുക്കുട്ടീനെയാണ് കാണുന്നത്. അവരെ ദർശനം ചെയ്തതിന് ശേഷം മാത്രമേ മനുഷ്യരെ അകത്തേക്ക് പ്രവേശിക്കുന്നുള്ളൂ. 6:30 കൂടിയിട്ടാണ് പൂജകൾ ആരംഭിക്കുന്നത്. 7:15 ദന്തധാവന മംഗളാരതി, പല്ല് തേപ്പിക്കുന്നതിൻ്റെ സങ്കല്പവുമായി ബന്ധപ്പെട്ട് ഒരു ഔഷധക്കൂട്ട്, ഇതിൻ്റെ പ്രസാദവും നമുക്ക് കിട്ടും. ദന്തധാവന മംഗളാരതി എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. 8 മണിയോടുകൂടി പ്രഭാത മംഗളാരതി കഴിയും. അതിനുശേഷം രാവിലത്തെ ബലി, ശ്രീഭൂത ബലി, ശിവേലി 8:15 രാവിലത്തെ ശിവേലി കഴിയും. അത് കഴിഞ്ഞാൽ രാവിലത്തെ ആ പൂജ കഴിഞ്ഞു. അതിനുശേഷം 11:30 ഉച്ചയ്ക്കുള്ള ഉഷപൂജ ആരംഭിക്കുകയായി. 12 മണിയോടുകൂടി ഉച്ചത്തെ മംഗളാരതി നടക്കും. 12:30 ഉച്ച ശിവേലി, ശ്രീഭൂതബലി നടക്കും. അതിനുശേഷം വൈകുന്നേരം ഏതാണ്ട് 3 മണിക്ക് ശേഷം നട തുറക്കും. 5 മണിയോടുകൂടി ആണ് വൈകുന്നേരത്തെ പൂജകൾ ആരംഭിക്കുന്നത്. 6:30 മണിക്ക് പ്രദോഷ പൂജ ആരംഭിക്കുകയാണ്. 7:15 തുർത്തു മംഗളാരതി എന്ന് പറയുന്നൊരു മംഗളാരതി ഉണ്ട്. 7:30 പ്രദോഷ മംഗളാരതി എന്ന് പറയുന്നൊരു മംഗളാരതി ഉണ്ട്. 8 മണിക്കാണ് ശ്രീഭൂതബലി, രാത്രിത്തെ ശിവേലി ഉള്ളത്. അതിനുശേഷം 9 മണിക്ക് കഷായതീർത്ഥം വിതരണം ചെയ്യും. ശേഷം നടയടയ്ക്കും. ഇങ്ങനെയാണ് ഇവിടുത്തെ പൂജാ പദ്ധതി ഉള്ളത്. പൂർണ്ണപ്രഭാവത്തിലുള്ള സാക്ഷാൽ പരാശക്തി തന്നെയാണ് ഇവിടെ പൂജിക്കപ്പെടുന്നത്. അതിലെല്ലാം ഉണ്ട്, അതിലൊന്നും കുറവില്ല എന്നുള്ളതാണ്.
എങ്കിൽ പോലും ഇവിടെ മറ്റു ഉപദേവതകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ദേവിയുടെ വിഗ്രഹം സ്വയംഭൂ ലിംഗമാണ്. ആ സ്വയംഭൂ ലിംഗത്തെ ഒരു സ്വർണ്ണരേഖ കൊണ്ട് രണ്ടായി മുറിച്ചതുപോലെയാണ്. ആ മുറിച്ചതിൻ്റെ ഇടത് ഭാഗത്ത് ശക്തി തത്വവും മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്ന ശക്തി തത്വവും വലതു ഭാഗത്ത് ശിവതത്വവുമാണ്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്ന ത്രിമൂർത്തികളും ഇടത്ത് ത്രിദേവികളും ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സമസ്ത പ്രപഞ്ചത്തിലെ സകല ദേവതാഗണങ്ങളും ആ വിഗ്രഹത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു, ലീനമായിരിക്കുന്നു എന്നതുകൊണ്ടാണ് അത് ലിംഗം എന്നതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പോലും. അപ്പോൾ അതിൽ തന്നെ എല്ലാം ഉണ്ട്, പിന്നെ എന്തിനാണ് മറ്റ് ദേവതകൾ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ ഇവിടെ ഉപദേവതകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് അമ്മയുടെ അംഗരക്ഷകനായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രപാലകനായിട്ടുള്ള വീരഭദ്രനാണ്. ഉഗ്രഭാവത്തിലുള്ള വീരഭദ്രനാണ്, ആയുധധാരിയായിട്ടുള്ള വീരഭദ്രനാണ് ഈ ക്ഷേത്രത്തിലെ ദ്വാരപാലകൻ. അമ്മയ്ക്കുള്ള എല്ലാ ആരാധനകളും വീരഭദ്രനുമുണ്ട്. ഇവിടെ വന്ന് ദർശനം നടത്തുന്നവർ വീരഭദ്രനെ ദർശിക്കാതെ പോയി കഴിഞ്ഞാൽ ആ ദർശനത്തിന് ഫലം ഉണ്ടാവില്ല എന്നതുൾപ്പെടെയുള്ള സങ്കല്പങ്ങളുണ്ട്. അതേപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. സരസ്വതി മണ്ഡപമുണ്ട്. സരസ്വതി ദേവി കുടികൊള്ളുന്ന വിദ്യാരംഭം നടത്തുന്ന മൂകതയില്ലാതാക്കിയ ദേവതയാണല്ലോ, വാക്കിനെ തരുന്ന അമ്മയാണ്. എല്ലാ ദിവസവും വിദ്യാരംഭം നടക്കുന്ന സ്ഥലമാണ്. ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടെ നിന്ന് വിദ്യാരംഭം കുറിച്ചവരുണ്ട്. പരിവാര സമേതയായിട്ടാണ് ദേവി ഇരിക്കുന്നത്. ശ്രീഭൂതബലിയുടെ സമയത്ത് ദേവി പുറത്തേക്ക് ഇറങ്ങി വരികയും ഈ ഭൂതഗണങ്ങൾക്കെല്ലാം നേദ്യം കൊടുക്കുന്നത് ഈ പറയുന്ന പരിവാരങ്ങൾക്കെല്ലാം പൂജാതി കാര്യങ്ങൾ ഭദ്രമായി കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളത് ഓരോ ദിവസവും 3 നേരം അമ്മ പുറത്തിറങ്ങി പരിശോധിക്കുന്നുണ്ട്. അമ്മയുടെ വലതു ഭാഗത്തായിട്ട് ഒരു മഹാഗണപതി ഇരിക്കുന്നുണ്ട്. മഹാഗണപതിയുടെ ധ്യാന ശ്ലോകത്തിൽ തന്നെ പറയുന്നത് പോലെ ഹസ്തീന്ദ്രാനന ബിന്ദു ചൂടമരുടച്ഛായം എന്ന് വിശേഷിപ്പിക്കുന്ന 10 കൈകളോട് കൂടിയിട്ടുള്ള 10 കൈകളിലും വിവിധങ്ങളായിട്ടുള്ള ആയുധങ്ങൾ ധരിച്ചിട്ടുള്ള മടിയിൽ ബുദ്ധിയുടെയും സിദ്ധിയുടെയും ഐക്യരൂപമായിട്ടുള്ള വല്ലഭയെ മടിയിലിരുത്തിയിട്ടുള്ള മഹാഗണപതിയാണ് അമ്മയുടെ വലത് ഭാഗത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ശങ്കരാചാര്യ സ്വാമികൾ തപസ്സിരുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ശങ്കരാചാര്യരുടെ ഒരു സങ്കല്പത്തിൽ ഒരു ബിംബം അവിടെ ഉണ്ട്. അവിടെ ആചാര്യസ്വാമികൾ ധ്യാനത്തിലിരുന്നു. അവിടെ ഇരുന്ന് ധ്യാനിച്ച സമയത്താണ് അമ്മയുടെ ഇപ്പം നമ്മൾ കാണുന്ന ആ ചതുർബാഹുവായിട്ടുള്ള അഭയവര മുദ്രകളോട് കൂടിയിരിക്കുന്ന അമ്മയുടെ രൂപം ആചാര്യസ്വാമികൾക്ക് ദർശനത്തിൽ കിട്ടിയത്. ആ രൂപമാണ് ആചാര്യസ്വാമികൾ ഇവിടെ ശ്രീചക്രത്തിന് മേലെ പ്രതിഷ്ഠിച്ചത് എന്നതാണ് സങ്കല്പം. അതുകൊണ്ട് ഗുരുസ്ഥാനത്ത് ഇവിടെ ശങ്കരാചാര്യസ്വാമികളുടെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ 2 ദിവസത്തെ മൂകാംബിക ദർശനം കഴിഞ്ഞ് നമ്മളിന്ന് മടങ്ങുകയാണ്. ഇനിയും ഏറെ വൈകാതെ മടങ്ങി വരാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടി. എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നൊരു തമാശയുണ്ട്, മറ്റേത് ക്ഷേത്രത്തിലേക്ക് പോകാനും നമ്മൾ വിചാരിച്ചാൽ മതി, പക്ഷെ മൂകാംബികയിലേക്ക് പോകണമെങ്കിൽ അമ്മ തന്നെ വിചാരിക്കണമെന്ന്. മൂകാംബികയിലേക്ക് പോകാൻ വിസ വേണം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ പ്രയോഗം. കാരണം ഇവിടുന്ന് അമ്മ അവനിങ്ങ് വന്നോട്ടെ എന്ന് വിചാരിച്ചൊരു വിസ ഇഷ്യൂ ചെയ്താൽ മാത്രമേ ഒരാൾക്ക് ഇവിടെ എത്താൻ സാധിക്കുള്ളൂ എന്ന്. അമ്മ കനിവോടുകൂടി വീണ്ടും വീണ്ടും വിസ അടിച്ച് തരുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും വരാൻ പറ്റുന്നുണ്ട്. നിങ്ങളെല്ലാവർക്കും അതുപോലെ അമ്മയുടെ അനുഗ്രഹം കിട്ടട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും മൂകാംബികയിലേക്ക് വരാൻ സാധിക്കട്ടെ. ഇവിടുത്തെ ദർശനത്തിൻ്റെ ഈ അനുഭൂതി നിങ്ങൾക്ക് ആവോളം നുകരാൻ സാധിക്കട്ടെ. ഇനിയും മറ്റേതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ ദർശന വിശേഷങ്ങളുമായി വീണ്ടും ഈ ചാനലിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരാം. നിങ്ങൾക്ക് കാണാനും അറിയാനും ആഗ്രഹമുള്ള ഏതെങ്കിലും ക്ഷേത്രത്തെ പറ്റി ഈ കമൻറ്റുകളിൽ നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ തന്നെ പോയി അടുത്തതായിട്ട് അവിടെ നിന്ന് ഇതുപോലൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം. നമസ്കാരം.